നമ്മുടെയൊക്കെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടും അതുപോലെ തന്നെ യങ്ങായിട്ടൊക്കെ ഇരിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തതല്ലേ? കൊറിയൻസിൻ്റെയൊക്കെ ബ്യൂട്ടി സീക്രട്ടായ റൈസ് വെച്ചിട്ടുള്ള ഒരു കിടിലൻ ഫേസ് പാക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ചോറില്ലേ, വെള്ള അരി വെച്ചിട്ടുള്ള ചോറ് തന്നെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിവിടെ ആവശ്യത്തിന് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാല് അലർജി ഉള്ളവർക്കൊക്കെ റോസ് വാട്ടർ അല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ ചോറ് വയ്ക്കുമ്പോഴില്ലേ, അത് വാർക്കാതെ തന്നെ കഞ്ഞി വെള്ളത്തോട് കൂടെയുള്ള ആ ഒരു ചോറ് എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് ഫേസ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത ശേഷം ഫേസിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കറിയാലോ, കൊറിയൻസിൻ്റെ ബ്രാൻഡ്സ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സൊക്കെ ഇപ്പോൾ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പ്രൈസാണ്. ശരിക്കും പ്രൈസ് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണങ്ങ് തള്ളിപ്പോവും. അപ്പം എല്ലാവർക്കും അത് വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ്സൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എൻ്റെ സ്കിന്നിൽ വന്നിട്ടുള്ള ആ ഒരു കളർ ചേഞ്ച്. അപ്പോൾ നമ്മളിത് വാഷ് ചെയ്യുമ്പോഴേക്ക് കുറച്ചൊരു എന്താ പറയുക, ഒരു സ്ക്രബ്ബ് പോലെ ചെയ്തിട്ട് വേണം വാഷ് ചെയ്ത് കളയാനായിട്ട്. ശരിക്കും ഒറ്റ ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കളർ ചേഞ്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു 1 വീക്കൊക്കെ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫേസിൽ നല്ലൊരു വ്യത്യാസം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഫേസിൽ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിയിട്ട് എപ്പോഴും സ്കിന്ന് നല്ല ബ്രൈറ്റനായിട്ട് ഗ്ലോ ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.